ഈ ഒരു മാങ്ങാകാലത്തെ നല്ല ക്രീമി പുഡിംഗ് ഒന്ന് കഴിച്ചു നോക്കിയാലോ. മാങ്ങയും ബ്രെഡും വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. 4 മാങ്ങ ഒട്ടും വെള്ളമില്ലാതെ അരച്ചെടുക്കാം. ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കുക, 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് വീണ്ടും അടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ബ്രെഡ് അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. മിക്സിയുടെ ജാർ ഒന്ന് തണുപ്പിച്ചെടുക്കുക. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് 3 മിനിറ്റ് അടിച്ചെടുക്കാം. അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയുടെ ബാക്കി പൾപ്പ് എടുത്തിട്ട് ഇതിലേക്കിട്ട് 30 സെക്കൻഡ് അടിച്ചെടുക്കുക കേട്ടോ. ബ്രെഡ് നമ്മൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാങ്ങയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ക്രീമിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കിത് തണുപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങളിത് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആ പൾപ്പും അതുപോലെ ഈ മാങ്ങയും വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രിൻ്റ് ചെയ്ത കത്തി ഉണ്ടല്ലോ, അത് വേണമെങ്കിലേ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.